let's go to Miyazaki Matsuri. We are going for Miyazaki Matsuri. എന്ന് വെച്ചാൽ Miyazaki ഫെസ്റ്റിവൽ. അതിനാണ് നമ്മൾ നല്ല ക്യൂട്ട് ഡ്രസ്സൊക്കെ ഇട്ടിട്ട് പോകുന്നത്. So let's go. അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ നമ്മുടെ മിയാസാക്കിയിൽ ഒരു ജൂലൈ എൻഡൊക്കെ ആകുമ്പോഴത്തേക്കും നമുക്കിവിടെ ഫെസ്റ്റിവൽ ഉണ്ട്. അതായത് നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള പോലെ തന്നെയുള്ള ഫെസ്റ്റിവലാണ്. പക്ഷേ ഇവിടെ അങ്ങനെ പ്രത്യേകിച്ചൊരു ജിഞ്ചേൻ്റെയോ അല്ലെങ്കിൽ ഒത്തേരയുടെയോ ഒന്നും ഫെസ്റ്റിവൽ അല്ല കേട്ടോ. ഇത് നമ്മുടെ മിയാസാക്കി മുനിസിപ്പൽ ഓഫീസുകാർ നടത്തുന്നതായിരിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും ജസ്റ്റ് ഒന്ന് ഗ്യാദർ ചെയ്യാനും അങ്ങനെ കുറച്ച് പരിപാടികളൊക്കെ ആയിട്ട്. അപ്പോൾ മെയിൻലി ഇവിടെ മത്സരിയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇപ്പോൾ കറൻ്റ്ലി ഉള്ള എല്ലാ കമ്പനീസൊക്കെ ഉണ്ടാവുമല്ലോ, അവരുടെ ഒരു റോഡ് ഷോ ആണ് കേട്ടോ ഇത്. അതായത് ഇവിടുത്തെ ബാങ്ക്, അതേപോലെ ഞങ്ങളുടെ MSG ഗക്കോൻ്റെത് ഉണ്ടായിരുന്നു. പിന്നെ അതുപോലെ ഓരോ ഇപ്പോൾ യൂണിവേഴ്സിറ്റീസ് ആയിട്ടുള്ള അങ്ങനെ എല്ലാവരുടേതായിട്ടുള്ള ഒരു റോഡ് ഷോ ആണ്. അപ്പോൾ ഇത് ഒരു 7 മണിക്ക് സ്റ്റാർട്ട് ചെയ്തിട്ട് നിയർലി 8 മണി വരെ ഇത് തന്നെ ഉണ്ടായിരുന്നു. പിന്നെ മോർണിംഗ് ഒക്കെ ഇതിൻ്റെതായിട്ടുള്ള വേറെ കുറേ പരിപാടീസും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ നിന്നിട്ടുണ്ടായിരുന്നത് ഇതിൻ്റെ ബിഗിനിങ്ങിൽ തന്നെയാണ്. അപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഏകദേശം പരിപാടി. ഇതുപോലെ കംപ്ലീറ്റ് ആയിട്ട് ഇവരിങ്ങനെ ഡാൻസ് കളിച്ചിട്ട് മുനിസിപ്പൽ ഓഫീസ് വരെ പോകും. അതിന് ഷാക്ഷോ എന്നാണ് ഇവിടെ പറയുക. ഷാക്ഷോ വരെ പോയിട്ട് അവർ തിരിച്ച് അതേപോലെ ഇങ്ങോട്ടേക്ക് വരും. അപ്പോൾ ഇതായിരുന്നു മെയിനായിട്ടുള്ള പരിപാടി. അപ്പോൾ ഇതൊരു 8 മണി വരെ ഉണ്ടായിരുന്നു. നമുക്ക് ഫുള്ളായിട്ട് കാണാൻ പറ്റുമെന്ന് പക്ഷേ ഇല്ല കേട്ടോ. അപ്പോൾ ലാസ്റ്റ് വന്നിട്ടുണ്ടായിരുന്ന ആൾക്കാരൊക്കെ ഞങ്ങൾ നിൽക്കുന്ന ഇങ്ങോട്ടേക്ക് എത്തുമ്പോഴത്തേക്കും ഓൾമോസ്റ്റ് പരിപാടിയൊക്കെ കഴിഞ്ഞു. 8 മണിയാകുമ്പോഴത്തേക്കും ഇവിടെ എല്ലാം ക്ലോസ് ചെയ്തിട്ട് പോയിട്ടുണ്ടായിരുന്നു. അതായത് പിന്നെ ഒരിക്കലും നമുക്കിവിടെ ഒരു എന്താ പറയുക, ഒരു വേസ്റ്റ് പോലും കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല 8 മണിക്ക് ശേഷമൊന്നും. പിന്നെ എടുത്ത് പറയേണ്ടത് ഇവരുടെ വേസ്റ്റ് മാനേജിങ് സിസ്റ്റം തന്നെയായിരുന്നു. നിങ്ങൾക്ക് കണ്ടില്ലേ, ഇതുപോലെ ഒരു കവറും പിടിച്ചിട്ട് ഇതുപോലെ എത്ര പേരായിരുന്നു അറിയത് കൂടെ നടന്നിട്ടുണ്ടായിരുന്നത്. ഈ ഒരു മനുഷ്യൻ ഞങ്ങളുടെ മുന്നിൽ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നത്. അതായത് അവരവർ കുടിക്കുന്ന ഗ്ലാസിൻ്റെ വേസ്റ്റും കാര്യങ്ങളൊക്കെ അവരവർ തന്നെ അത് ഡിസ്പോസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. അത് മാത്രമല്ല, ഒരിക്കലും അത് ആ റോഡ് സൈഡിൽ അവിടെ ഇവിടെയും കൊണ്ടിടുന്നതല്ല. അതെവിടെയാണോ ഡിസ്പോസ് ചെയ്യേണ്ടത് അവിടെ തന്നെ പോയിട്ട് അത് ഡിസ്പോസ് ചെയ്യാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. ആൻഡ് യു ക്യാൻ സീ ബൈ 8 മണിക്ക് ഈ എല്ലാ പരിപാടിയും കഴിഞ്ഞ് പോകുമ്പോഴും അവിടെ എവിടെയും നമുക്കൊരു കുട്ടി വേസ്റ്റ് പോലും കാണാൻ പറ്റില്ല. നിങ്ങൾക്ക് കാണാൻ ഈ സൈഡിലെല്ലാം ഷോപ്സ് ഉണ്ട് കേട്ടോ. അതായത് നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഇതുപോലത്തെ ഫുഡ് ഐറ്റംസ് കിട്ടുന്ന എല്ലാ ഷോപ്സും ഉണ്ട്. പക്ഷേ എവിടെയും നമുക്കൊരു വേസ്റ്റ് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. ബിക്കോസ് എല്ലാം അപ്പം തന്നെ അവർ ഡിസ്പോസ് ചെയ്യും. നമ്മൾ ആണെങ്കിലും നമ്മളും ഇത് കഴിക്കാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നതാണ്. അപ്പോൾ ഇതിന് പറയുന്നത് വന്നിട്ട് യക്കിത്തൊരി എന്നൊക്കെയാണ് പറയുക. അതായത് ജസ്റ്റ് ഒന്നിങ്ങനെ എന്താ പറയുക, ഷാലോ ആയിട്ട് ഇങ്ങനെ നമുക്കിതുപോലെ ഗ്രില്ല് ചെയ്തിരുന്നതാണ്. അത് നമുക്ക് ചിക്കൻ വേണമെങ്കിൽ മേടിക്കാം. അതേപോലെ സോസേജും അതേപോലെ ബുത്താനിക്കോ മീൻസ് പോർക്കൊക്കെ ഉണ്ട്. നമ്മൾ അതൊന്നും കഴിക്കില്ല. പോർക്കും നമ്മൾ അങ്ങനെ ഇവിടെ നിന്ന് മേടിച്ച് കഴിക്കില്ല. നമ്മൾ ചിക്കനാണ് കേട്ടോ ഇതുപോലെ റോസ്റ്റ് ചെയ്ത് കഴിക്കുക. ജസ്റ്റ് പെപ്പറും സോൾട്ടും അത്രയും മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. പക്ഷേ എന്ത് ടേസ്റ്റാണെന്ന് പറയുക. എനിക്ക് അങ്ങനെ ഒരു പച്ച ഇറച്ചീൻ്റെയൊക്കെ ഒരു ഫ്ലേവർ എനിക്ക് ഇവിടെ വന്നിട്ടാണ് കൂടുതലായിട്ട് ഇഷ്ടമുള്ളത്. പിന്നെ യക്കി സോബ ഉണ്ടാകും, എല്ലാം തക്കോയാക്കി, ഇങ്ങനെ എല്ലാ ഐറ്റംസും ഉണ്ടാകും. എനിക്ക് ഭയങ്കര ഇഷ്ടമുണ്ട് ഇവിടെ എല്ലാ ഫുഡ് ഐറ്റംസും കാര്യങ്ങളൊക്കെ. ഇപ്പം നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും, കണ്ടോ, ഇതുപോലെ എല്ലാവരും അവരവരുടെ വേസ്റ്റും കാര്യങ്ങളൊക്കെ ഡിസ്പോസ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരവർ കൊണ്ടുവരുന്നു. നമ്മളും അതേപോലെ നമ്മളെ വേസ്റ്റ് നമ്മൾ വീട്ടിലോട്ട് കൊണ്ടുവരാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ നമുക്ക് നല്ലോണം വിശന്ന് തളർന്ന് ക്ഷീണിച്ച് പോയിട്ടുണ്ടായിരുന്നു ഞങ്ങളെല്ലാവരും ഈ മത്സരി അങ്ങോട്ട് നടന്ന് കണ്ടപ്പോഴത്തേക്കും. ഇത് മാത്രമല്ല കേട്ടോ, റോഡ് ഷോസ് മാത്രമല്ല, ഇവിടെ ഡാൻസും കാര്യങ്ങളും അതേപോലെ എല്ലാ പരിപാടീസും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷേ ഇന്നത്തെ പരിപാടി ഇതായിരുന്നു. പിന്നെ നാളെ എന്ന് പറയുമ്പോഴത്തേക്കും ഏർലി മോർണിംഗ് തൊട്ടിട്ടുള്ള എന്തൊക്കെയോ പരിപാടീസൊക്കെ ഉണ്ടായിരുന്നു. ഒരു ഉച്ചയ്ക്കാകുമ്പോഴായിരിക്കും ഇത് സ്റ്റാർട്ട് ചെയ്യുക. 8 മണിയാകുമ്പോഴത്തേക്കും ഇവരെല്ലാ പരിപാടീസും തീർന്നതായിരിക്കും. അപ്പോൾ ആ ഡാൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, കുട്ടികളുടെ ഡാൻസും പരിപാടീസൊക്കെ ഉണ്ടായിരുന്നു. അത് നെക്സ്റ്റ് ഡേയിലോട്ടൊക്കെ ആയിരുന്നു കേട്ടോ, സൺഡേയിലോട്ടൊക്കെ ആയിരുന്നു. അത് നമ്മൾ പിന്നെ പോകാൻ കുറച്ച് ലേറ്റ് ആയപ്പോഴത്തേക്കും 8 മണിയാകുമ്പോഴത്തേക്കും എല്ലാ പരിപാടിയും കഴിഞ്ഞ് പോയിട്ടുണ്ടായിരുന്നു ആൾക്കാർ. നമ്മളപ്പോൾ ഈ പരിപാടി കഴിഞ്ഞിട്ട് നേരെ ഞങ്ങൾ വിശന്നിരുന്നതുകൊണ്ട് തന്നെ സുഷി റോയിലാണ് പോയിട്ടുണ്ടായിരുന്നത്. സുഷി കഴിക്കാൻ വേണ്ടിയിട്ടായിരുന്നു നമ്മൾ പോയിട്ടുണ്ടായിരുന്നത്. ആൻഡ് കുറേ വെടിത്തരങ്ങളൊക്കെ കാട്ടിയിട്ടോ ഇൻ ബിറ്റ്വീൻ. പക്ഷേ നമ്മൾ സുഷി കഴിക്കാൻ വേണ്ടി പോയി അങ്ങനെ നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് ഈ ഐറ്റംസൊക്കെയാണ്. നമുക്ക് അറ്റ് എ ടൈം 5 ഡിഷ് നമുക്ക് ഓർഡർ ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ എല്ലാം ഓർഡർ ചെയ്ത് നമ്മൾ കഴിച്ച് നമ്മൾ പിന്നെ അവിടെ നിന്ന് നടന്ന് വരികയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്.
അങ്ങനെ നടന്ന് വരുന്ന വഴിക്കാണെങ്കിലും നമുക്ക് ഈ ദാഹിച്ചിട്ട് നമ്മൾ ഓരോ ജിതോ ഹാം ബൈക്ക്, അതായത് നമ്മുടെ വെൻഡിങ് മെഷീൻ്റെ അവിടെ നിർത്തിപ്പിട്ട് നമ്മളതെല്ലാം എടുത്ത് കുടിച്ചിട്ടൊക്കെ മെല്ലെ നടന്നാണ് വന്നിട്ടുണ്ടായിരുന്നത്. ഇത് മെലൻ്റെ ഒരു ഡ്രിങ്കാണ് കേട്ടോ, ഞങ്ങൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇത് നമ്മുടെ തച്ചിബാന ദോരി എന്ന് പറയും. തച്ചിബാന എന്ന് പറയുമ്പോഴത്തേക്കും മിയാസാക്കി തന്നെ ഇപ്പോൾ നമുക്ക് കുറച്ച് ആൾക്കാരെല്ലാം ഉള്ള ലൈവ്ലി ആയിട്ടുള്ളൊരു സ്ഥലമാണ്. നമ്മൾ നേരത്തെ മത്സരി കഴിഞ്ഞ സ്ഥലമാണ് നമ്മൾ ഈ നടന്ന് പോയിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാകും, എവിടെയും ഇപ്പോൾ ഒരു ഷോപ്സോ കാര്യങ്ങളോ അങ്ങനത്തെ ഒരു ഫെസ്റ്റിവൽ നടന്നൊരു വൈബേ ഇല്ല. ആൾക്കാർ അങ്ങോട്ടോട് നടക്കുന്നുണ്ടെന്നേ ഉള്ളൂ. ഇത് യൂഷ്വലി എപ്പോഴും ഇങ്ങനെ ഉണ്ടാവുന്നൊരു സ്ഥലമാണ് ലൈവ്ലിയായിട്ട്. പക്ഷേ എവിടെയും ഒരു വേസ്റ്റോ ഒന്നും നമുക്ക് കാണാൻ പറ്റില്ല. ഈ സൈഡിലോട്ടൊക്കെ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു, പക്ഷെ തിരിച്ചു വരുമ്പോൾ ആരും ഉണ്ടായിട്ടില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഒരു മത്സരീൻ്റെ വ്ളോഗ് എന്ന് പറഞ്ഞാൽ.